മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു മുഖമാണ് റിയാസ് നർമ്മകലയുടേത്. മറിമായം എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെ മലയാളികളുടെ സ്വീകരണ മുറികളിലെ സ്ഥിര സാന്നിധ്യമായി മാറിയ ഈ കലാകാരൻ തന്റെ തനതായ ശൈലിയിലുള്ള നർമ്മം കൊണ്ടും കഥാപാത്രങ്ങളെ അനായാസം കൈകാര്യം ചെയ്യുന്ന പ്രാഗൽഭ്യം കൊണ്ടും പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം നേടി. റിയാസ് അവതരിപ്പിച്ച മന്മഥൻ എന്ന കഥാപാത്രം ഒരുപാട് സാധാരണക്കാരന്റെ പ്രതീകമായി മാറുകയും ചെയ്തു. എന്നാൽ ഈ ചിരിയുടെയും നർമ്മത്തിന്റെയും പിന്നിൽ മറഞ്ഞിരിക്കുന്ന കലാകാരന്റെ ജീവിതത്തിൽ അടുത്തിടെയുണ്ടായ ഒരു ദുരനുഭവം അദ്ദേഹത്തിന്റെ ആരാധകരെയും സഹപ്രവർത്തകരെയും ഒരുപോലെ വിഷമിപ്പിച്ചു. പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിച്ചതിനെ തുടർന്നുണ്ടായ ഭക്ഷ്യവിഷബാധയും തുടർന്ന് ഒരാഴ്ചയോളം ആശുപത്രിയിൽ കഴിയേണ്ടി വന്ന സാഹചര്യവുമാണ് റിയാസ് തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. ഇത് വെറും ഒരു പോസ്റ്റ് ആയിരുന്നില്ല, മറിച്ച് കാലിക പ്രസക്തമായ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു. മിമിക്രിയിൽ നിന്ന് ടെലിവിഷൻ ലോകത്തേക്കും അവിടെ നിന്ന് സിനിമയിലേക്കും വളർന്ന ഒരു കലാകാരനാണ് റിയാസ്. തിരുവനന്തപുരം സ്വദേശിയായ റിയാസ് നർമ്മകല എന്ന പേരിൽ ഒരു മിമിക്രി ട്രൂപ്പ് ആരംഭിച്ചാണ് കലാജീവിതം തുടങ്ങുന്നത്. പിന്നീട് ടെലിവിഷൻ സീരിയലുകളിലൂടെ അഭിനയ രംഗത്തെത്തി. എന്നാൽ റിയാസിന്റെ കരിയറിലെ വഴിത്തിരിവായത് മറിമായം എന്ന പരമ്പരയിലെ മന്മഥൻ എന്ന കഥാപാത്രമാണ്. സാധാരണക്കാരന്റെ നിഷ്കളങ്കതയും ചിലപ്പോഴൊക്കെ അമിത ആവേശവും ഒപ്പം ഒരുതരം നിസ്സഹതയും നിറഞ്ഞ മന്മഥന്റെ റിയാസ് അതിന്റെ പൂർണ്ണതയിൽ അവതരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ന് റിയാസ് എവിടെ ചെന്നാലും മന്മഥന്റെ പേരിലാണ് ആളുകൾ അദ്ദേഹത്തെ തിരിച്ചറിയുന്നത്. വൺ, റോഷാക്ക്, കൂമൻ തുടങ്ങി നിരവധി സിനിമകളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്ത റിയാസ് തന്റെ അഭിനയ പാടവം തെളിയിച്ചിട്ടുമുണ്ട്. എന്നാൽ ഈ തിരക്കിട്ട ജീവിതത്തിനിടയിൽ റിയാസിന് ഒരു അപ്രതീക്ഷിത തിരിച്ചടി നേരിട്ടു. ഒരു സാധാരണ ദിവസം പുറത്തുനിന്ന് കഴിച്ച ഭക്ഷണം അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിച്ചു. ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ഒരാഴ്ചയോളം ആശുപത്രിയിൽ കഴിയേണ്ടി വന്ന അദ്ദേഹത്തിന്റെ അനുഭവം ഒരു ചിരിക്കുന്ന മുഖത്തിന് പിന്നാലെ വേദനയുടെയും നിസ്സഹായതയുടെയും നേർക്കാഴ്ചയായി മാറി. ആശുപത്രിയിലെ കിടക്കയിൽ ട്രിപ്പിട്ട് കിടക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് റിയാസ് ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പ് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു. ഇത് റീൽ അല്ല, റിയൽ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് റിയാസ് തന്റെ പോസ്റ്റ് ആരംഭിച്ചത്. ടെലിവിഷനിൽ ഒരുപാട് രോഗികളായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ആശുപത്രി വാസം വർഷങ്ങൾക്ക് ശേഷമാണ് അനുഭവിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭക്ഷ്യവിഷബാധയേറ്റത് എവിടെ നിന്നാണെന്ന് കൃത്യമായി പറയാൻ സാധിക്കാത്തതുകൊണ്ട് ആ ഭക്ഷണത്തെക്കുറിച്ചോ സ്ഥാപനത്തെക്കുറിച്ചോ അദ്ദേഹം പരാമർശിച്ചില്ല. എന്നാൽ ആ അനുഭവം എത്രത്തോളം കഠിനമായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഇപ്പോൾ ഭക്ഷണം കാണുമ്പോൾ തന്നെ പേടിയാണെന്ന് അദ്ദേഹം കുറിച്ചപ്പോൾ ആ ദുരനുഭവത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കഷ്ടപ്പെട്ടുണ്ടാക്കിയ 3-4 കിലോ ഭാരം ഈ അസുഖം കാരണം നഷ്ടപ്പെട്ടുവെന്നും അദ്ദേഹം വേദനയോടെ പറഞ്ഞു. ഈ സംഭവം അദ്ദേഹത്തിന്റെ മാനസിക അവസ്ഥയും ശരീരത്തെയും ഒരുപോലെയാണ് ബാധിച്ചത്. എങ്കിലും തന്റെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനകൾ കൊണ്ടാണ് വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെന്നും അദ്ദേഹം വിശ്വസിച്ചു. കണ്ണിൽ കൊള്ളാനുള്ളത് പുരുകത്ത് കൊണ്ടങ്ങനെയൊക്കെ നീങ്ങുന്നതെന്ന് അദ്ദേഹം കുറിച്ചപ്പോൾ അതിലൊരു കലാകാരന്റെ പോസിറ്റീവ് മനോഭാവവും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള ആത്മവിശ്വാസവും നമുക്ക് കാണാൻ സാധിച്ചു. ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ റിയാസ് നൽകിയ ഉപദേശം വളരെ പ്രസക്തമാണ്. അനുഭവിച്ച് ചീട്ടുകീറിയതിന്റെ വെളിച്ചത്തിൽ പറയുകയാണ്, പുറത്തു നിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക. നടക്കില്ല എന്നറിയാം, എന്നാൽ ശ്രമിക്കുക, ശ്രദ്ധിക്കുക എന്ന വാക്കുകൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ദുരനുഭവത്തിൽ നിന്ന് വന്നതാണ്. നമ്മുടെ എല്ലാം തിരക്കിട്ട ജീവിതത്തിൽ പുറത്തു നിന്നുള്ള ഭക്ഷണം ഒരു ശീലമായി മാറിയിരിക്കുന്നു. എന്നാൽ അത് എത്രത്തോളം അപകടകരമാണെന്ന് റിയാസിന്റെ അനുഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. ഓരോ നർമ്മ കലാകാരനും ഒരുപാട് കഷ്ടപ്പാടുകൾക്കും വേദനകൾക്കും ശേഷമാണ് പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ കഴിവ് നേടുന്നത്. റിയാസ് നർമ്മകലയും അതിൽ നിന്ന് വ്യത്യസ്തനല്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഈ ദുരനുഭവം കലാജീവിതത്തിലെ വേദനയുടെയും ആരോഗ്യത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ചും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്വന്തം അനുഭവത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് അത് മറ്റുള്ളവർക്ക് ഒരു മുന്നറിയിപ്പായി നൽകാൻ കാണിച്ച ആ മനസ്സും അഭിനന്ദാർഹമാണ്. റിയാസ് വേഗം സുഖം പ്രാപിച്ച് വീണ്ടും തന്റെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങളിലൂടെയും ചിരിപ്പിക്കുന്ന വാക്കുകളിലൂടെയും നമ്മുടെ മുന്നിൽ എത്തട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. റിയാസിന്റെ ഈ അനുഭവം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഓരോരുത്തരെയും ബോധവാന്മാരാക്കാൻ സഹായിക്കുമെന്നും കരുതാം.